ഇതൊരു പഴയ ആൽബമാണ്. അന്നത്തെ വലിയ വലിയ സ്ക്രീൻ പോലുള്ള മാഗസീനുകളിൽ വരുന്ന വടക്കേന്ത്യയിലെ മറ്റേ ബോംബെ കേന്ദ്രമായിട്ടുള്ള സിനിമ നടികൾ, നടന്മാർ. അന്ന് ഹിന്ദി സിനിമയാണ് മലയാളികളുടെ ഏറ്റവും വലിയ ഇഷ്ട സിനിമകൾ. മലയാള സിനിമയിലെ പാട്ടുകൾ പഠിക്കുന്നതിലെ ഉപരി ഹിന്ദി സിനിമ കാണുകയും ഹിന്ദി പാട്ട് പഠിക്കുകയും ഹിന്ദി റെക്കോർഡുകൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നൊരു കാലം. അന്ന് ഞാൻ വളരെ കുട്ടിക്കാലമാണ്. അക്കാലത്ത് തന്നെ ഈ സിനിമയുമായും സിനിമ നടീ നടന്മാരുമായിട്ടുള്ള ആരാധന പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇന്നുണ്ടെങ്കിലും അത് അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. ഇപ്പം ജാഥ നടത്തലും പ്രസംഗം കേൾക്കാൻ പോലെയൊക്കെയാണ്. അന്ന് അങ്ങനെയല്ല, വളരെ സ്വകാര്യമായിട്ട് ഇത്തരം ഒരു ആൽബം ക്രിയേറ്റീവ് ചെയ്ത് വീട്ടിൽ വയ്ക്കുക എന്നുള്ളതാണ്. ഇത് ഏകദേശം എങ്ങനെ നോക്കിയാലും ഒരു 60 വർഷത്തിലധികം ഇതിന് പഴക്കമുണ്ട്. കാരണം ഇതിലുള്ള മീനാകുമാരി, വൈജയന്തിമാല, അങ്ങനെ കുറേ ഉണ്ട്, മേത്താബ്, കുറേ ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. അത് ഇവരൊക്കെ മീനാകുമാരിയൊക്കെ തന്നെ, രാഖി, രേഖ, പിന്നെ ജയബാദുരി, ഭാരതി, മുംതാജ്, പിന്നെ ലീന ചന്ദ്രവർക്കർ, രേഖ, സാധന, ഉർവശി, രഹന സുൽത്താൻ, ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ഒരു ആൽബമാണ് ഇത്. എൻ്റെ അച്ഛൻ്റെ സഹോദരി മരണപ്പെട്ടതിനെ തുടർന്ന് എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അവരും അച്ഛനും ഒരു പെങ്ങളും താമസിച്ചിരുന്നത്. വേണുഗോപാൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം റെയിൽവേ എഞ്ചിനീയറായിരുന്നു. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് വെച്ചിട്ട് തന്നെ മരിച്ചു. ഈ വേണുഗോപാൽ എന്ന് പറയുന്നത് നമ്മൾ വേണുത്തായി എന്ന് വിളിക്കാം. അത്തായി എന്നുള്ള ഒരു വാക്കുണ്ട് നമ്മൾ തമിഴ് കൾച്ചറായിരിക്കും. അപ്പോൾ വേണുത്തായി ഇത്തരം ഈ സിനിമകളെക്കുറിച്ചും അതുപോലെ തന്നെ പാട്ടുകളെക്കുറിച്ചും, ഇപ്പോൾ എൻ്റെ ഒരു മൂത്ത സഹോദരനായ മുരുകേഷ്, അവരൊക്കെ നന്നായി ഹിന്ദി പറയുകയും ഗുജറാത്തി പറയുകയും ഗുജറാത്തി എഴുതുകയൊക്കെ ചെയ്യുന്നൊരു കാലാവസ്ഥയാണ്. ഞാൻ അതിലേക്കൊന്നും അന്ന് ഉണ്ടായില്ല. അവരൊക്കെ കച്ചവടമൊക്കെ ആയിട്ടുള്ള രീതിയിൽ. ഈ വെളുത്തായിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തത്. അദ്ദേഹം അവിടെ SC റെയിൽവേ ലൈൻ, സൗത്ത് സെൻട്രൽ SC റെയിൽവേ ലൈൻ, സൗത്ത് സെൻട്രൽ റെയിൽവേ, ബോംബെ ഹൈദരാബാദ് ലൈൻ വരുമ്പോഴൊക്കെ അദ്ദേഹം അവിടെ വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ ഞാൻ ആ ഏരിയയിൽ മുഴുവനൊക്കെ നടക്കാനൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലും കൂടി ആയിരുന്നു ഈ ഒരു ആൽബം. അപ്പോൾ ഈ ആൽബമിന് അവരുടെ മകളുണ്ട്, വർഷയും അമ്മ വസന്തിയും പൂനെയിലുണ്ട്. അവരെ തിരിച്ചെത്തിക്കുക എന്നുള്ളൊരു ദൗത്യമുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഇത് നാട്ടുകാരെ കണ്ട് ഒന്ന് നിങ്ങളും കൂടി പഴയ ഓർമ്മകൾ അയവിറക്കാനാവുമെങ്കിൽ ചെയ്യുക. ഇതിൽ പലരുടെയും പേരെനിക്ക് അത്ര വശമില്ല. കാരണം ഞാൻ ജനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പോ അല്ലെങ്കിൽ എനിക്കൊരു 5-6 വയസ്സുള്ളപ്പോഴോ ശേഖരിച്ച ചിത്രങ്ങളാണ്. നമസ്കാരം. ലങ്കടി വങ്കടി പോലെ ലങ്കടി ലങ്കി ലങ്കടി ലങ്കി ലങ്കടി 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 ഉല്ലി ലലി 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 ലലി. എവിടെ പോണെൻ്റെ പെണ്ണേ, ഈ
കാളവണ്ടിയിലൂടെ പോളടി പെണ്ണേ ഇത്തര നാളും നീയടേ അച്ഛനെ കണ്ടു അമ്മനെ കണ്ടു മക്കളെ കണ്ടു നീ ലലലി ലലി ലലി ലലലി അമ്പമ്പോ അമ്പേ അമ്പടി അമ്പടി മൂളെ എവിടെ ചെന്നു നീ ആട്ടം പഠിച്ചു എൻ്റെ ഈ പാട്ടിനു പട്ടിയൊരാട്ടം പഠിച്ചു വാവണ്ണേ വായോ പെണ്ണെ കളത്തിക്കെന്നിരുന്നാടി പെണ്ണേ